എല്ലാവർക്കും നമസ്കാരം. കാവിലമ്മയുടെ ഒരു പാട്ട് പാടാൻ പോവുകയാണ് ഞാൻ. മുളയങ്കാവിലത്തെ അമ്മയുടെ പൂരൊക്കെ അല്ലേ, അതപ്പോൾ ഞാൻ പാട്ട് പാടുക. അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മയെ കാണാൻ വരുന്നു ഞങ്ങൾ. അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മയെ കാണാൻ വരുന്നു ഞങ്ങൾ. അമ്പലം 3 പ്രദക്ഷിണം വെച്ചിട്ടു അമ്മയെ ധ്യാനിച്ചു നിൽക്കുന്നേരം ശാന്തിയും ശക്തിയും തന്നിടുന്നു. അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മയെ കാണാൻ വരുന്നു ഞങ്ങൾ. പൂജ കഴിഞ്ഞു പ്രസാദവും വാങ്ങി ചന്ദനക്കുറിയും നെറ്റിയിൽ ചാർത്തി പൂവെടുത്തു മുടിയിലും ചൂടി അമ്പലം ചുറ്റിനും പ്രാർത്ഥിക്കുമ്പോൾ ശാന്തിയും ശക്തിയും തന്നിടുന്നു. അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മയെ കാണാൻ വരുന്നു ഞങ്ങൾ. മീനമാസത്തിലെ പുണർന്നാളിൽ മുളയങ്കാവമ്മയുടെ ബർത്ത്ഡേയാണ്. എല്ലാ ജനങ്ങളും എത്തിടേണേ, എല്ലാവരും വന്നിടേണേ. അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മേ ഭഗവതി കാവിലമ്മേ, കൊട്ടുന്നു മേളം കുഴൽ വിളിയും കാളക്കളികളും തേരുമുണ്ട്. എല്ലാ ജനങ്ങളും എത്തിടേണേ, എല്ലാവരും എത്തിടേണേ. അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മേ ഭഗവതി കാവിലമ്മേ, പൂരവും വേലയും ഏറെയുള്ള അമ്പലമാണല്ലോ മുളയങ്കാവ്. എല്ലാ ജനങ്ങളും എത്തിടേണേ. അമ്മേ ഭഗവതി കാവിലമ്മേ, അമ്മേ ഭഗവതി കാവിലമ്മേ, വേലയും പൂരവും കണ്ടു ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങിടുന്നു. വേലയും പൂരവും കണ്ടു ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങിടുന്നു. സന്തോഷത്തോടെ മടങ്ങിടുന്നു. സന്തോഷത്തോടെ മടങ്ങിടുമ്പോൾ നാൽത്തറച്ചുവട്ടിലും പോയിരുന്നേ. കുളിർക്കാറ്റു പോലുള്ള കാറ്റു വീശി ക്ഷീണവും പോയി തളർച്ചയും പോയി. കാവിലെ അമ്മേ ഭഗവതിയെ, അമ്മയെ കാണാൻ വരുന്നു ഞങ്ങൾ. കാവിലെ അമ്മേ ഭഗവതിയെ, കാവിലെ അമ്മേ ഭഗവതിയെ, അമ്മയെ കാണാൻ വരുന്നു ഞങ്ങൾ. ഇത് ഞാൻ തന്നെ എഴുതിയതാണ്. ഒരു കൊല്ലമായി എനിക്കിങ്ങനെ മുളയങ്കാവിലെ അമ്മേനെ പറ്റിയിട്ട് ഇങ്ങനെ എഴുതണം എന്ന് തോന്നിയിട്ട് മനസ്സിലിങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ എഴുതിയതാണത്. അപ്പോൾ ഞാൻ എഴുതിയിട്ട് ഇത് നമ്മുടെ പറന്നാപ്പിക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊരപ്പോൾ ഒരു അമ്മേനെ ഇവിടെ നോക്കാൻ നിൽക്കുകയാണ് പട്ടാമ്പിയിൽ. അപ്പോൾ അന്നിപ്പോൾ എൻ്റെ മകളെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അതൊന്ന് പാടാമെന്ന് വിചാരിച്ചു. പൂരൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പാടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉച്ചരിഞ്ഞൊക്കെ ഞങ്ങൾ പോകും. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. എനിക്ക് അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ല, ആകെ 2-3 ക്ലാസ് വരെയുള്ളൂ പഠിപ്പൊക്കെ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണേ. എല്ലാവർക്കും